മേക്കിംഗ് ആണ്. എല്ലാവർക്കും അറിയാലോ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. നമ്മൾ തെർമോക്കോളിൽ ഇതുപോലെ ഒരു കൈയുടെ ഒരു ആകൃതിയിലും പിന്നെ ഒരു ചുറ്റികയും, അതായത് ഇതൊരു ഇരുമ്പിന്റെ പീസാണ് കണ്ടോ. നമ്മൾ വീട്ടിൽ വെറുതെ കിടന്ന ഒരു ഇരുമ്പിന്റെ പീസ് കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ ഈ തെർമോക്കോളിന്റെ ഒരു പീസ് അതിങ്ങനെ ഏകദേശം ചുമ്മാ ഇങ്ങനെ കൈ പോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ കൈയുടെ പോർഷൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതിന്റെ താഴ്വശത്തായിട്ട് ഇതായത് കണ്ടോ ഇതുപോലെ 2 ഹോൾ ഇട്ടിട്ട് എടുത്തിട്ടുണ്ടേ. നമ്മളിതിപ്പോൾ അലുമിനിയത്തിന്റെ എടുത്തതേ ഉള്ളൂ. നിങ്ങൾക്ക് തടിയുടെ കഷ്ണമോ അല്ലെങ്കിൽ ഇരുമ്പോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ ഒരു പീസും കൂടെ എടുത്തിട്ടുണ്ട്. ഇത് ഇവിത്തേരായിട്ടാണ് കേട്ടോ ഇത് കണക്ട് ചെയ്യുന്നത്. ഇതിന്റെ അരികിൽ ഒരു ഹോൾ ഇങ്ങനെ വെറുതെ ഇട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്കാണ് വെക്കുന്നത്. അപ്പോൾ അതവിടെ വാക്കാം. ഇനി അടുത്തത് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഒരു മോട്ടറാണ്. ഈ മോട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വണ്ടി പൊളിച്ചതിൻ്റെ ഈ വൈൻഡറില്ലേ, വൈൻഡർ പവർ വിൻഡോ, അതിൻ്റെ ഒരു മോട്ടറാണ് കേട്ടോ. അത് നമുക്ക് കിട്ടിയതുകൊണ്ട് എടുത്തതേ ഉള്ളൂ. നിങ്ങൾക്ക് എന്ത് വേണേലും എടുക്കാം. ഇത് അതിൻ്റെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ്. അതായത് നമ്മുടെ ഈ അലാറം കീ കൊടുക്കുന്ന അലാറം ക്ലോക്കില്ലേ, അതിൻ്റെ അകത്തെ മെക്കാനിസമാണ്. പിന്നെ ഒരു സൈക്കിളിൻ്റെ വീലും എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സൈക്കിളിൻ്റെ വീല് ഫിറ്റ് ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു ഇരുമ്പ്, ഈ ഇരുമ്പേലാകുമ്പോഴത്തേനും അത് സ്ട്രോങ് ആയിട്ട് നിൽക്കും. പിന്നെ നമ്മുടെ ഒരു ട്യൂബിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഫ്ലെക്സ് കിക്ക് വെച്ച് ഒട്ടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ, ഇതിൻ്റെ ഒരു ബെൽറ്റായിട്ട്. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ അസംബ്ലി എങ്ങനെയാണെന്നാണ്, അതായത് നമ്മളെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ചിട്ട് ഈ ബെല്ലാക്കി എടുക്കാൻ പോവുകയാണ്. അതൊക്കെ എങ്ങനെയാണെന്ന് ഇപ്പം തന്നെ കാണിച്ചു തരാം. തടിയുടെ പീസ് ഉണ്ടായിരുന്നു. ആ തടിയുടെ പീസിലേക്ക് മോട്ടർ വെച്ചു. ആ മോട്ടർ ഫിക്സ് ചെയ്യാനായിട്ട് ചുമ്മാ ഇങ്ങനെ അലുമിനിയത്തിൻ്റെ, അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സാഡിലോ അങ്ങനെ എന്തെങ്കിലും ഒരു ഐറ്റം ആണെങ്കിലും ആ മോട്ടർ ഒന്ന് ഉറച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇങ്ങനെ ആ തടിയിലേക്ക് കൊടുത്തതേ ഉള്ളേ. അതുപോലെ തടി കപ്പി പോലത്തെ ഒരു ചക്രം കൂടെ ഇങ്ങനെ പിടിപ്പിക്കുന്നുണ്ട് ഇതിൽ. ആ പീസയിൽ നമ്മളിങ്ങനെ ക്രോസ് ഒരു തടിയും കൂടെ വെച്ച് മുറുക്കിയിട്ടുണ്ട് കേട്ടോ. അതെന്തിനാന്ന് വെച്ചാൽ കൈയുടെ പോർഷൻ വരാൻ വേണ്ടിയിട്ടാണേ. പിന്നെ അതിൻ്റെ പുറകുവശത്ത് ആ തടിയുടെ പുറകുവശത്ത് ആ ഇരുമ്പ് പിടിപ്പിച്ചിട്ട് ഈ വീല് അവത്തേലേക്ക് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. വീല് പിടിപ്പിക്കുന്നതൊന്നും അത്ര ഇമ്പോർട്ടൻസ് അല്ലാത്തതുകൊണ്ടാണ് അത് കാണിക്കാഞ്ഞത് പെട്ടെന്ന് കേട്ടോ. ഓക്കെ, അപ്പം ബാക്കി ഇതുണ്ട്. കൈ പിടിപ്പിക്കുന്നത് നമ്മൾ ആദ്യമേ കാണിച്ചില്ലേ വീഡിയോയ്ക്കകത്ത്, അത് ഇങ്ങനെ ഇട്ട് മുറുക്കുവാണ്. നട്ടും ബോൾട്ടും ആണ് കേട്ടോ. സൈക്കിൾ സ്ക്രൂ ഇട്ടിട്ട് നമ്മളിങ്ങനെ മുറുക്കുന്നത് ഇതിങ്ങനെ അനങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ അത് ഈ നീട്ടി നിർത്തിയേക്കുന്ന ആ ഒരു പോർഷനിലേക്ക് നമ്മൾ അതിങ്ങനെ ഇട്ടിട്ട് ചാക്കോമാഷിൻ്റെ കയ്യും കൂടെ അങ്ങോട്ട് വെട്ടി വെച്ചു കേട്ടോ. നമ്മുടെ കപ്പി പോലെ ബെൽറ്റ് ഇട്ട് വെച്ചിരുന്ന ആ ചക്രത്തിലേക്കാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാക്കി തീർന്നിട്ടുണ്ട്. എല്ലാ സാധനവും ഫിക്സ് ചെയ്തു. ക്ലോക്ക് സംഗതികളെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ചാക്കോമാഷിന്റെ കൈ വരെ ഇതിനകത്ത് റെഡിയാണ്. അപ്പൊ നമുക്കിതൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. ഒരു കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു നൊസ്റ്റാൾജിയയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഈ സാധനം ഇതിനകത്ത് അറ്റാച്ച് ചെയ്തതാണ്. ഇതിനകത്തൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, എന്നാലും കാണുമ്പോൾ നമുക്കൊരു നൊസ്റ്റാൾജിയ വേണ്ടേ. സ്ഫടികം എന്ന് പറയുന്ന സിനിമയുടെ സിഗ്നേച്ചർ ആയിട്ടുള്ള ഒരു സാധനമാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനിയും ഇതിൽ അടിപൊളിയായിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ നമ്മൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നതാണ്.